യൂറോപ്പിലേക്ക് സ്വപ്നയാത്ര. നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. ഇവിടെ ചർച്ച ചെയ്യുന്നത് വീണ്ടും വിവാദ പ്രസംഗവുമായി പി.സി. ജോർജ്. കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുകയാണ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടുവെന്ന് പി.സി. ജോർജ്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാവണമെന്നും പി.സി. ജോർജ് പറഞ്ഞു. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ച കുരിശ് റവന്യൂ സംഘം പൊളിച്ചു നീക്കി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ് സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു മാറ്റിയത്. പ്രദേശത്ത് 2 മാസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ശബരിമലയിൽ 18ാം പടി കയറിയാലുടൻ അയ്യപ്പനെ കാണാനുള്ള സംവിധാനം നടപ്പാക്കുന്നു. മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നതോടെ പുതിയ സംവിധാനം നിലവിൽ വരും. പടി കയറി ഇടത്തേക്ക് തിരിഞ്ഞ് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്ന് സോപാനത്തെത്തുന്ന സംവിധാനമാണ് ഒഴിവാക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതോടെ ചുരുങ്ങിയത് 25 സെക്കൻഡ് വരെ അയ്യപ്പ ദർശനത്തിന് കഴിയുമെന്ന് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു. പുതിയ രീതി വിജയിച്ചാൽ ഇനി മുതൽ ദർശനം അങ്ങനെ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ വീണ്ടും കുരിശ് കൃഷി വ്യാപകമാകുകയാണെന്ന് നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. നീതിയുടെ ചിഹ്നമായ ക്രിസ്തുവിന്റെ കുരിശ് ദുരുപയോഗം ചെയ്ത് ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ ആർജവം കാണിക്കണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. യേശുക്രിസ്തുവിന്റെ കുരിശിനെ അവഹേളിക്കുന്ന ഇത്തരം കുരിശുകൾ മുളയിലെ തകർക്കാൻ ഭരണകൂടം മടിക്കരുത്. ഭൂമി കയ്യേറാനുള്ളതല്ല, കൃഷി ചെയ്യാനുള്ളതാണ്. കുരിശ് കൃഷിയല്ല, ജൈവ കൃഷിയാണ് ഇവിടെ വേണ്ടതെന്നും നിരണം മുൻ ഭദ്രാസനാധിപൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അടുത്ത ഘട്ട സമരം പ്രഖ്യാപിച്ച ആശാ വർക്കർമാർ. 1 മാസമായിട്ടും സമരക്കാർക്കെതിരെ സർക്കാർ മുഖം തിരിക്കുന്നതിനാലാണ് സമരം ശക്തമാക്കുന്നത്. മാർച്ച് 17-ന് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. വിവിധ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിയാകും ഉപരോധമെന്നും സമരക്കാർ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള MP-മാർ. വേതനം 21,000 രൂപയായി നിജപ്പെടുത്തണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ രാജ്യസഭയിലും ഉന്നയിച്ചു. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ഗവർണർ. നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ നിർദ്ദേശം നൽകി. ആക്ഷൻ പ്ലാൻ വിശദീകരിക്കണമെന്നും ഗവർണർ. കരിപ്പൂരിൽ വൻ MDMA വേട്ട. 1665 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. മട്ടാഞ്ചേരിയിൽ മറ്റൊരു ലഹരി മരുന്ന് കേസിൽ പിടിയിലായ കരിപ്പൂർ സ്വദേശി ആഷിഖിന്റെ വീട്ടിൽ നിന്നാണ് MDMA കണ്ടെത്തിയത്. കാസർഗോഡ് ലഹരി വിൽപ്പനയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമണം. മാസ്തിക്കുണ്ട് സ്വദേശി സിനാനും മാതാവിനുമാണ് മർദ്ദനമേറ്റത്. ലഹരി കേസിലെ പ്രതി ചെങ്കള സ്വദേശി ഉമർ ഫാറൂഖ്, സഹോദരൻ നിയാസ് എന്നിവർ ആക്രമിച്ചെന്നാണ് പരാതി. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട് M. പത്മകുമാർ പ്രതികരിച്ച രീതി ശരിയായില്ലെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നടത്തുന്ന പരസ്യ പ്രതികരണം വർഗശത്രുക്കൾക്ക് സഹായകമാകരുത്. എല്ലാവരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. A. പത്മകുമാറിന്റെ വിമർശനം പെട്ടെന്നുള്ള വികാരത്തിന്റെ പുറത്താകാമെന്നും AK ബാലൻ. CPIM-ൽ തന്നെ തുടരുമെന്ന് A. പത്മകുമാർ. പാർട്ടിയെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. വീണ ജോർജിനെ മന്ത്രിയാക്കിയത് എതിർത്തിട്ടില്ല. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ സംഘടനാ പ്രവർത്തനവും പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ തെറ്റുണ്ടെങ്കിൽ നടപടി എടുക്കട്ടെ എന്നും A. പത്മകുമാർ പറഞ്ഞു. CPIM ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയായി മാറിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. 17 അംഗ സെക്രട്ടേറിയറ്റിൽ ആകെ ഒരു വനിത മാത്രമാണ്. കമ്മിറ്റിയിൽ പട്ടികജാതിക്കാർ ആരുമില്ല. നേതൃത്വത്തിൽ പിണറായിക്കും മുഹമ്മദ് റിയാസിനും സ്തുതി പാടുന്നവർ മാത്രമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. A. പത്മകുമാർ വിഷയം അവരുടെ ആഭ്യന്തര കാര്യമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും പരിഹസിച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പലർക്കും പലരുടെയും സമ്മതമുണ്ടെങ്കിലേ പലതും ചെയ്യാൻ കഴിയൂവെന്നും ഇവിടെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലീഗിനെ മാടി വിളിക്കുകയാണെന്നും തങ്ങൾ കോഴിക്കോട് പറഞ്ഞു. എല്ലാവർക്കും ഉള്ളതുപോലെ ലീഗിനും സ്വപ്നങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
മുസ്ലിം ലീഗിന് വർഗീയതയുണ്ടെന്ന് പറയുന്ന ശത്രുക്കൾക്ക് ഇതുവരെ തെളിവ് നൽകാൻ സാധിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A Salam. മുസ്ലിം ലീഗ് സ്ഥാപക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PM A Salam. ചുരൽമലയിലും മുണ്ടക്കയിലും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും PM A Salam പറഞ്ഞു. ആശാവർക്കർമാരുടെ സമരം സഭയിൽ ഉന്നയിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശാമാർക്ക് കിട്ടുന്നില്ല. ഓണറേറിയം പലപ്പോഴും സമയത്ത് കിട്ടുന്നില്ല. രാജ്യത്താകെ ആശാവർക്കർമാർ പ്രതിസന്ധി നേരിടുന്നുവെന്നും സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലാണെന്നും ദേശീയ വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖ ശർമ്മ പറഞ്ഞു. സംസ്ഥാന BJPയുടെ പ്രവർത്തനത്തിൽ കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷ വിമർശനം. കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷക അപരാജിത സെൻ MP ആണ് അതൃപ്തി അറിയിച്ചത്. ഐക്യമില്ലായ്മ വലിയ പരാജയമെന്നും വിമർശനം. മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയെന്ന് ശോഭാ സുരേന്ദ്രൻ. പ്രസംഗങ്ങളിൽ മാത്രം സ്ത്രീപക്ഷം പറഞ്ഞാൽ പോരാ. BJP കേരളത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കാണിച്ചു കൊടുത്ത പാർട്ടിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ മയക്കുമരുന്ന് വ്യാപനവും അക്രമങ്ങളും തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ. കേരളത്തിലെ അക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ LDF UDF നേതൃത്വത്തിൽ അസ്വസ്ഥരാണെന്നും ജാവദേക്കർ പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടു. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി അധിക്ഷേപം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആരായാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപി. അവധിയിലുള്ള ബാലു തിരികെ ജോലിയിൽ പ്രവേശിച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടിരുന്നോ എന്ന് രേഖാമൂലം വിശദീകരണം തേടുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. തൃശൂർ ചേലക്കര കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദം ക്ഷേത്രവിശ്വാസികളെ ഭിന്നിപ്പിക്കാനുള്ള പ്രചാരണമെന്ന് തന്ത്രി പ്രതിനിധി നെടുമ്പിള്ളി തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്. ദേവസ്വം ചട്ടങ്ങൾ മറികടന്നാണ് കഴകം നിയമനം. കാരാഴ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് നടത്തിയ നിയമനമാണ് ഇപ്പോഴത്തേത്. ജാതി വ്യവസ്ഥയിലെ വിവേചനമല്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലുള്ളതെന്നും തരണനെല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് വ്യക്തമാക്കി. സംസ്ഥാനത്തെ ക്ഷേമനിധി ബോർഡുകളിലെ അംഗങ്ങൾക്കുള്ള പെൻഷന്റെയും ആനുകൂല്യങ്ങളുടെയും കുടിശ്ശിക നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട പണമാണ് കുടിശ്ശികയാകുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ M വിൻസെന്റ് MLA ആരോപിച്ചു. സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണനയില്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വിവിധ ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളുടെ കണക്കുകൾ നിയമസഭയിൽ നിരത്തി സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന് ഒരു കാര്യത്തിലും മുൻഗണനയില്ലെന്നും നിസ്സംഗത മാത്രമാണുള്ളതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തിയത്. ക്ഷേമനിധി ബോർഡുകൾ ഏകീകരിക്കണമെന്നും പിൻവാതിൽ നിയമനങ്ങൾക്കായാണ് സർക്കാർ ഇത് ചെയ്യാത്തതെന്നും ആരോപിച്ചു. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ ഹൈക്കോടതി ജഡ്ജ് A ബദറുദ്ദീനെതിരായ കോടതി ബഹിഷ്കരണം അവസാനിപ്പിച്ച് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. അതേസമയം സംഘടനയുടെ അനുമതിയില്ലാതെ ഈ വിഷയത്തിൽ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ മുതിർന്ന അഭിഭാഷകൻ ജോർജ് M പൂന്തോട്ടത്തെ സംഘടനയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ജസ്റ്റിസ് ബദറുദ്ദീനെ കേരള ഹൈക്കോടതിയിൽ നിന്നും സ്ഥലം മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തയക്കാനും അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. SDPIക്കെതിരെ കടുത്ത നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തയ്യാറെടുക്കുന്നുവെന്ന് വിവരം. SDPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ അടക്കം ED പിടിച്ചെടുത്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനയും ED നൽകുന്നുണ്ട്. SDPIയുടെ പല നേതാക്കളും NIAയുടെ നിരീക്ഷണത്തിലാണെന്നും വിവരമുണ്ട്. കാസർഗോഡ് പൈവളികയിലെ 15 വയസ്സുകാരിയുടെയും യുവാവിന്റെയും മരണം ആത്മഹത്യയെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മൃതദേഹങ്ങൾക്ക് 20 ദിവസത്തിലധികം പഴക്കമുണ്ട്. കൂടുതൽ പരിശോധനയ്ക്കായി മൃതദേഹ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. പൈവളികയിലെ 15-കാരിയുടെ മരണത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. VIP യുടെ മകളായിരുന്നുവെങ്കിൽ അന്വേഷണം ഇത്ര വൈകിക്കുമായിരുന്നോ എന്ന് കോടതി ചോദിച്ചു.
പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. 26 ദിവസം എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്നും കോടതി ചോദിച്ചു. കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ നാളെ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. എറണാകുളം പെരുമ്പാവൂരിൽ വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി പോലീസ്. അസം മൊബൈൽ ഷോപ്പിന്റെ മറവിലാണ് ആധാർ നിർമ്മാണ കേന്ദ്രം. അസം സ്വദേശി നാഗോൺ ജൂറിയ സ്വദേശി ഹാരിജുൽ ഇസ്ലാം അറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നുള്ളവർക്കടക്കം ഇവിടെ നിന്നാണ് വ്യാജരേഖകൾ നിർമ്മിച്ചിരുന്നതെന്നാണ് കണ്ടെത്തൽ. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ലെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഗതാഗത മന്ത്രിയെ അറിയിച്ചു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ സ്റ്റിക്കർ നിർബന്ധമാക്കാനായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചതോടെ ഓട്ടോ തൊഴിലാളികൾ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിക്കുമെന്ന് അറിയിച്ചു. തൃശൂർ അതിരപ്പള്ളിയിൽ തോട്ടം തൊഴിലാളികളുടെ ലയത്തിലെ ശുചിമുറിയിൽ രാജവെമ്പാല. വനപാലകരെത്തി രാജവെമ്പാലയെ പിടികൂടി. പാമ്പ് അകപ്പെട്ടത് കാലടി പ്ലാന്റേഷനിലെ തൊഴിലാളിയായ നാരായണന്റെ ലയത്തിലെ ഉപയോഗശൂന്യമായ ശുചിമുറി. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയുടെ സാന്നിധ്യം. കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടത്. റബ്ബർ തോട്ടത്തിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കടുവയെ ആദ്യം കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മലപ്പുറം മമ്പാട് ഇറങ്ങിയ പുലിയെ കൂടുവെച്ച് പിടികൂടാൻ ഉത്തരവ് നൽകുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ജനങ്ങളും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഗുണം മമ്പാട് കാണാനുണ്ട്. വന്യജീവി ആക്രമണം മൂലമുള്ള നഷ്ടപരിഹാരത്തിനായി പ്രത്യേക ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് ആലോചിക്കുമെന്നും വനം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. മൂന്നാറിൽ പരിക്കേറ്റ ഒറ്റക്കൊമ്പനെ വെറ്റിനറി സർജന്മാരുടെ സംഘം പരിശോധിച്ചു. ആനയുടെ പരിക്ക് ഗുരുതരമല്ല. കാലിലെ മുറിവ് ഉണങ്ങി തുടങ്ങി. നടക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുകളില്ല. ആന കല്ലാർ മേഖലയിൽ തന്നെ ദീർഘദൂരം സഞ്ചരിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വെറ്റിനറി സർജന്മാർ ആനയെ പരിശോധിക്കും. 1 മാസം മുമ്പ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. മലപ്പുറം എടക്കരയിൽ വാഹനാപകടത്തിൽ യുവാവിന് പരിക്ക്. വഴിക്കടവ് സ്വദേശി സുനോജിനാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ഓമ്നി റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. പെരും തേനീച്ച കൂടുകൾ മൂലമുള്ള ഭീഷണിയിൽ ഇടുക്കി കജനാപ്പാറ രാജകുമാരി എസ്റ്റേറ്റ് കോളനിയിലെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കമ്മ്യൂണിറ്റി ഹാളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. പെരുന്തേനീച്ച കൂടുകൾ ഒഴിവാക്കാൻ പഞ്ചായത്ത് നടപടികൾ ആരംഭിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിൽ. എരവട്ടൂർ കനാൽമുക്ക് സ്വദേശി മുഹമ്മദ് ഷമീമാണ് പിടിയിലായത്. യുവാക്കൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് കഞ്ചാവ് വിതരണം. ബിരിയാണി മസാല പാക്കിങ്ങിന്റെ മറവിലാണ് വിൽപ്പന. ഇയാളിൽ നിന്ന് 87.17 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ കവർച്ച. 10 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും മോഷണം പോയി. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന അഹമ്മദ് നസീറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മലപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് ബേക്കലിൽ വൻ മയക്കുമരുന്ന് വേട്ട. 20 ഗ്രാം MDMA-യുമായി കുതിരക്കോട് സ്വദേശി നിസാം K ബേക്കൽ പോലീസിന്റെ പിടിയിലായി. വാഹന പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിച്ച ഇയാളെ പിടികൂടി പരിശോധിച്ചപ്പോഴാണ് MDMA കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിന് നേരെ 4-അംഗ സംഘത്തിന്റെ ആക്രമണം. ബൈക്കിലെത്തിയ സംഘം ജീവനക്കാരന്റെ ബൈക്കും ഷോപ്പിലെ ചില്ലും തകർത്ത ശേഷം കടന്നു കളഞ്ഞു. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര ഹോസ്പിറ്റൽ ജംഗ്ഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന അപ്പോളോ മെഡിക്കൽ ഷോപ്പിലായിരുന്നു ആക്രമണം. ലഹരിമരുന്ന് നൽകാത്തതിലുള്ള പ്രതിഷേധമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപ്പുരയിൽ ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ജോജോയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 3 യുവാക്കൾ ജോജോയോട് സംസാരിക്കുകയും ശേഷം കൂട്ടത്തിൽ ഒരാൾ മടങ്ങി വന്ന് ജോജോയെ ആക്രമിക്കുകയുമായിരുന്നു.
സംസ്ഥാനത്ത് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി ചൊവ്വാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ബുധനാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവായി. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളാണ് മുൻനിരയിൽ ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബാലു ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിന്ന് ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീ ഭൂതബലി എഴുന്നള്ളിപ്പിന് ബാലുവാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റു. തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് ആരംഭിച്ചു. ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ചുറ്റുമതിലിനകത്തുള്ള നായ്ക്കളെ പിടികൂടി കുത്തിവെച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊടുങ്ങല്ലൂർ വെറ്റിനറി പോളിക്ലിനിക്കുമായി ചേർന്ന എല്ലാ വാർഡുകളിലുമായി ആദ്യഘട്ടത്തിൽ 500 നായ്ക്കൾക്കാണ് കുത്തിവെപ്പ് നടത്തുന്നത്. നായ്ക്കളെ പിടികൂടുന്നതിന് പ്രത്യേകം പരിശീലനം നേടിയവരും വെറ്റിനറി വകുപ്പിലെ വിദഗ്ധരും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. അതിവേഗ വാർത്ത തുടരുന്നു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റംസാൻ മാസത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചതിനെതിരെ പ്രതിഷേധം. സംഭവത്തിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റിപ്പോർട്ട് തേടി. പ്രാദേശിക സാഹചര്യം പരിഗണിക്കാതെയുള്ള നടപടിക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചയുടൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടൂറിസത്തിന്റെ പേരിൽ അശ്ലീലം അനുവദിക്കില്ലെന്ന് ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് മിർവൈസ് ഉമർ ഫാറൂഖും പ്രതികരിച്ചു. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ തകർന്ന തുരങ്കത്തിനകത്ത് നിന്ന് പുറത്തെടുത്ത മൃതദേഹം തിരിച്ചറിഞ്ഞു. പഞ്ചാബ് സ്വദേശിയായ എഞ്ചിനീയർ ഗുർപ്രീത് സിംഗിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. SLBC തുരങ്കത്തിന്റെ ബോറിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. കുടുംബത്തിന് തെലങ്കാന സർക്കാർ 25 ലക്ഷം രൂപ ആശ്വാസധനം പ്രഖ്യാപിച്ചു. ഭാര്യയെ വിവാഹശേഷം തുടർ പഠനത്തിന് അനുവദിക്കാത്തത് ക്രൂരതയെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. ജസ്റ്റിസ് വിവേക് റൂസിയ, ജസ്റ്റിസ് ഗജേന്ദ്ര സിംഗ് എന്നിവരടങ്ങുന്ന ഇൻഡോർ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. 12ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം തന്നെ ഭർത്താവും ഭർത്തൃവീട്ടുകാരും തുടർ പഠനത്തിന് അനുവദിച്ചില്ലെന്നും വിവാഹമോചനം നൽകണമെന്നും ആവശ്യപ്പെട്ട് ജ്യോതി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നീറ്റ് UG 2025 പരീക്ഷയുടെ അപേക്ഷയിൽ ചൊവ്വാഴ്ച വരെ തെറ്റ് തിരുത്താം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയുടെ അപേക്ഷയിൽ മാർച്ച് 11 രാത്രി 11:50 വരെ തെറ്റ് തിരുത്താൻ അവസരം. വരുത്തുന്ന മാറ്റങ്ങൾ വഴി അപേക്ഷാ ഫീസിൽ വർധന ഉണ്ടാകുന്ന പക്ഷം ബാധകമായ ഫീസ് അടയ്ക്കണം. പെരുന്നാൾ അവധിക്കാലത്ത് ഉയർന്ന ടിക്കറ്റ് നിരക്കുമായി വിമാന കമ്പനികൾ. പെരുന്നാൾ അവധി അടുക്കുമ്പോഴേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള എല്ലാ വിമാന കമ്പനികളും നിരക്കുകൾ കുത്തനെ ഉയർത്തി. ചില വിമാന കമ്പനികൾ ഈ മാസം 18 മുതൽ തന്നെ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 27, 28, 30 തീയതികളിലാണ് ഏറ്റവും ഉയർന്ന നിരക്കുകൾ ഈടാക്കുന്നത്. ഒൻപത് മാസമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്, സഹയാത്രികൻ ബുച്ച് വിൽമോർ എന്നിവർ ഈ മാസം 16 ഭൂമിയിലേക്ക് മടങ്ങും. ഇക്കാര്യം നാസ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്പേസ് എക്സിന്റെ ക്രൂ 9 മിഷനിലാണ് ഇരുവരും മടങ്ങുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പൊതുവഴിയിൽ അനധികൃത മാലിന്യം തള്ളി. മാലിന്യം നിക്ഷേപിച്ചത് പ്രദേശവാസിയായ കടക്കാരൻ. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് 5000 രൂപ പിഴയൊടുക്കി. മലപ്പുറത്ത് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ജ്വാല 3.0 എന്ന പേരിൽ വനിതാ സ്വയരക്ഷാ പരിശീലനം സംഘടിപ്പിച്ചു. മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ജനകീയ മത്സ്യകൃഷി വിളവെടുപ്പ് നടന്നു. കാട്ടാക്കട പഞ്ചായത്തിൽ കിള്ളിമയിലാടിക്കുളത്തിലാണ് മത്സ്യകൃഷി നടന്നത്. വിളവെടുപ്പ് ഉദ്ഘാടനം MLA IB സതീഷ് നിർവഹിച്ചു. തൃശൂർ ചിറ്റാട്ടുകരയിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ ഭാഗമായി വാഗ കോലാരിത്തോട് സംരക്ഷണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു.
585 മീറ്റർ നീളത്തിൽ കരിങ്കൽ, സിമന്റ് ഭീം എന്നിവ ഉപയോഗിച്ചാണ് തോടിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 85 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചിട്ടുള്ളത്. മെയ് മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നെടുമുടി യൂണിറ്റ് വാർഷികം സംഘടിപ്പിച്ചു. പൂപ്പള്ളി കസ്തൂർബ വായനശാലയിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ആർ രേഖ അധ്യക്ഷത വഹിച്ചു. കുട്ടനാട്ടിലെ നെല്ല് സംഭരണം സുഗമമാക്കാൻ മില്ലുടമകളുമായി സർക്കാർ ചർച്ച ആരംഭിക്കണമെന്ന് ആലപ്പുഴ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ്. കുട്ടനാട്ടിലെ പല പാടശേഖരങ്ങളിലും ഈർപ്പത്തിന്റെ പേരിൽ നെല്ല് സംഭരിക്കാൻ മില്ല് ഏജന്റുമാർ നിസ്സഹകരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉടൻ ചർച്ച നടത്തും. കർഷകരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ചർച്ചകളിൽ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൈനകരി മണ്ഡലം 6-ാം വാർഡ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ പെരുമ്പളം ഗ്രാമപഞ്ചായത്തിൽ ജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകളും ബയോ കമ്പോസ്റ്റ് ബിന്നുകളും വിതരണം ചെയ്തു. പെരുമ്പളം ഹോമിയോ ആശുപത്രി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് VV ആശ സിദ്ധ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം ആനാട് മൂഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ നന്ദിയോട് ആനാട് പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതി LDF ഗവൺമെന്റും സ്ഥലം MLAയും അട്ടിമറിച്ചു എന്നാരോപിച്ചാണ് സമരം. പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. KPCC നിർവാഹക സമിതി അംഗം കരകുളം കൃഷ്ണപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊല്ലം അഞ്ചൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ തോയിത്തല മോഹനൻ. ഹോമിയോ ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് നിയമനം നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ലെന്നാണ് മോഹനന്റെ പരാതി. മലപ്പുറം എടയൂരിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. പഴയ ചന്തയിൽ പ്രവർത്തിക്കുന്ന അനധികൃത കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. അശാസ്ത്രീയമായ പ്ലാന്റിന്റെ പ്രവർത്തനം കാരണം പ്രദേശത്തെ 150ഓളം കുടുംബങ്ങൾ ദുർഗന്ധവും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മുഴുവൻ സ്കിൽഡ് തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും മുഖ്യമന്ത്രി മുൻകൈയെടുക്കണമെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുമ്പിൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം മയ്യനാട് മണ്ഡലം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സംയുക്തമായി കുട്ടിക്കട സഹകരണ ബാങ്കിന്റെ മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അഴിമതി നടത്തി പാവങ്ങളുടെ പണം തട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി RS സബിൻ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക് ബജറ്റിൽ പ്ലാൻ അലോക്കേഷനായി ഉൾപ്പെടുത്തിയിരുന്ന തുക വെട്ടിച്ചുരുക്കിയെന്നാരോപിച്ച് പ്രതിഷേധം. ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ദേവികുളം MLA ഓഫീസിലേക്ക് വായ് മൂടിക്കെട്ടി മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ സമരം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിൽ ജനകീയ കവചം എന്ന പേരിൽ DYFI ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി വർദ്ധിച്ചു വരുന്ന വയലൻസിനും സിന്തറ്റിക് രാസലഹരി വ്യാപനത്തിനും എതിരെ യുവതയുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുവാനാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. അന്യസംസ്ഥാനങ്ങളിലെ ലഹരി വിൽപ്പനക്കാർക്കും ഉപയോഗക്കാർക്കും മുന്നറിയിപ്പ് നൽകാൻ വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കാനും പരിസര പ്രദേശങ്ങളിൽ മറ്റും പ്രാദേശിക ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും സമിതിയിൽ തീരുമാനമുണ്ട്. തൃശൂരിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കോൺഗ്രസ് വാർഡ് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. അന്നകര വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ മനക്കൊടി 9ാം വാർഡിൽ നിർമ്മിക്കുന്ന 138ാം നമ്പർ അങ്കണവാടിയുടെ കട്ടിളവെപ്പ് ചടങ്ങുകൾ നടന്നു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം ചെയ്തു.
വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് കെട്ടിടം പണിയാനായി 3 സെന്റ് സ്ഥലം 5.2 ലക്ഷം രൂപ തുക ജനകീയ പങ്കാളിത്തത്തോടെ സമാഹരിക്കുകയായിരുന്നു. തൃശൂരിൽ അരിമ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ കലോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നൃത്തവും പാട്ടുമടക്കം 30 ഇനങ്ങളിലായി 62 പേർ പങ്കെടുത്തു. രാജമൗലി ചിത്രം SSMB 29ന്റെ ചിത്രീകരണത്തിനിടെ ലൊക്കേഷൻ വീഡിയോ ചോർന്നു. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ സെറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മഹേഷ് ബാബുവാണ് ദൃശ്യത്തിലെ ഒരാൾ. ഇദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാൾക്ക് അഭിമുഖമായാണ് നിൽക്കുന്നത്. ഇത് പൃഥ്വിരാജാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകൾ. വിവിധ അക്കൗണ്ടുകളിലൂടെ എക്സിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇടപെട്ട് നീക്കം ചെയ്തു. മാത്യു തോമസിന്റെ നായികയായി ഈച്ച എത്തുന്ന 3D ചിത്രം ലവ്ലിയുടെ ടീസർ പുറത്ത്. ചിത്രം ഏപ്രിൽ 4-ന് തിയേറ്ററുകളിലെത്തും. ദിലീഷ് കരുണാകരൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വൈറലായിരുന്നു. വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമായ സുമതി വളവിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം മെയ് 8-ന് തിയേറ്ററുകളിലെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ളയാണ് ഇക്കാര്യം അറിയിച്ചത്. ജോഷി വള്ളിത്തല സംവിധാനം ചെയ്യുന്ന ചിത്രം തിരുത്ത് മാർച്ച് 21-ന് തിയേറ്ററുകളിലെത്തും. ജോഷി തന്നെ കഥ, തിരക്കഥ, സംഭാഷണം നിർവഹിച്ച ചിത്രം ഗ്രാമീണ നന്മയുടെ കുടുംബകഥയാണ് പറയുന്നത്. AMK പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീരേഖ അനിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നാട്യധർമ്മി ക്രിയേഷൻസിന്റെ ബാനറിൽ AK കുഞ്ഞിരാമ പണിക്കർ കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്ന ഹത്തനെ ഉദയ ഏപ്രിൽ 18-ന് പ്രദർശനത്തിലെത്തും. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ നാടക കലാകാരന്മാർക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കുന്നത്. ഫ്രൈഡേ ഫിലിം ഹൗസ് അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം കാലന്റെ തങ്കക്കുടത്തിന് തുടക്കം കുറിച്ചു. ഇന്ദ്രജിത്ത് സുകുമാരൻ, അൽതാഫ് സലീം, ഇന്ദ്രൻസ്, രമേശ് പിഷാരടി തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും. ഡയറക്ടർ നിധീഷ് KTRന്റെ കോമിക് ബർത്ത്ഡേ പോസ്റ്ററിലൂടെയാണ് ചിത്രത്തിന് തുടക്കം കുറിച്ചത്. IIFA ഡിജിറ്റൽ അവാർഡ് 2025 പ്രഖ്യാപിച്ചു. ചലച്ചിത്ര നിർമ്മാതാവ് ഇംതിയാസ് അലിയുടെ നെറ്റ്ഫ്ലിക്സ് ചിത്രം അമർ സിംഗ് ടങ്കീല മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രൈം വീഡിയോയുടെ പഞ്ചായത്ത് 3-ാം സീസൺ മികച്ച പരമ്പരയായും തെരഞ്ഞെടുക്കപ്പെട്ടു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.